السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم احفظنا واحفظ المسلمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم احفظ المسلمين واحفظ أنفسهم وأموالهم ودماءهم وأعراضهم ونساءهم وأولادهم بحفظك يا أرحم الراحمين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്തിലെ 46 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാഹ്. അടുത്ത ആയത്ത് വസ്സമാഅ ബനൈനാഹാ ബിഅയ്ദിൻ വഇന്നാ ലമൂസിഊൻ. വസ്സമാഅ ബനൈനാഹാ, ആകാശത്തെ നാം നിർമ്മിച്ചിരിക്കുന്നു. ബിഅയ്ദിൻ, ശക്തി കൊണ്ട്. വഇന്ന, തീർച്ചയായും നാം ലമൂസിഊൻ, വിശാലത നൽകുന്നവനാകുന്നു. അള്ളാഹു ഇവിടെ അവൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുന്ന ബുദ്ധിയുള്ള ഏതൊരാളും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഖുദ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. അവർ നിന്നും ഇരുന്നും കിടന്നുമെല്ലാം അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കുന്ന മുഅ്മിനുകളാണ്. അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ റബ്ബേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. അങ്ങനെ അർത്ഥമില്ലാത്ത പ്രവർത്തിക്കുക എന്നത് നിനക്ക് യോജിച്ചതല്ല. ഫഖ്ന അദാബന്നാർ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ. വസ്സമാഅ, ആകാശത്തെ ബനൈനാഹ, നാം അതിനെ നിർമ്മിച്ചിരിക്കുന്നു. അതായത് ഇമാം ഇബ്നു കസീർ പറയുന്നു, ജഅൽനാഹ സഖഫൻ മഹ്ഫൂദൻ റഫീഅ, ഉയർന്നു നിൽക്കുന്ന സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. ബിഐദിൻ, ബിഐദിൻ എന്ന് പറഞ്ഞാൽ യദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഐദി, കൈ എന്നതിൻ്റെ ബഹുവചനമാണ് ഐദി. പക്ഷെ ഇവിടെ അർത്ഥം ബിഖുവ, ശക്തി എന്നാണ്. അള്ളാഹുവിൻ്റെ സിഫത്തായ അവൻ്റെ കൈ എന്ന് പറയുന്ന ആയത്തുകൾ ഉണ്ട് ഖുർആനിൽ. അതല്ല ഈ ആയത്ത്. അള്ളാഹിൻ്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്ന ആയത്തല്ല ഇത്. ഇത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതല്ല. ബിഐദിൻ, ബിഐദിൻ എന്നാണ്. അല്ലാതെ റബ്ബിലേക്ക് അതിനെ ചേർത്തി പറഞ്ഞിട്ടില്ല. ലിമാ ഖലഖ്തു ബിയദയ്യ, എൻ്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദം എന്നതുപോലെ അല്ല ഇവിടെ പറഞ്ഞത്. ബിഐദിൻ എന്നാൽ ബിഖുവ എന്നാണ് ഇബ്നു അബ്ബാസ്, അതുപോലെ ഇമാം മുജാഹിദ്, ഇമാം ഖതാദ, സഹാബത്തും ഈ പറഞ്ഞ താബിഈങ്ങളുമെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. വഇന്നാ ലമൂസിഊൻ, വഇന്നാ ലമൂസിഊൻ, നാം വിശാലത നൽകുന്നവനാണ്. അള്ളാഹു ആകാശത്തെ അതിവിശാലമാക്കിയിരിക്കുന്നു. ഐ ഖദ് വസ്സഅനാ അർജാഅഹ ഫറഫഅനാഹാ ബിഗൈരി അമദിൻ ഇസ്തഖല്ലത്. അള്ളാഹു അതിൻ്റെ വശങ്ങളെല്ലാം അതിവിശാലമാക്കിയിരിക്കുന്നു. തൂണുകളൊന്നും കൂടാതെ അതിനെ ഉയർത്തിയിരിക്കുന്നു. വൽ അർദ ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ,
മുകളിൽ നോക്കിയാൽ കാണാവുന്ന ആകാശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന, നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വൽ അർദ ഫറശ്നാഹ, വൽ അർദ ഭൂമിയെ ഫറശ്നാഹ, നാം അതിനൊരു ഫിറാശാക്കിയിരിക്കുന്നു, അതിനെ നാം മെത്തയാക്കിയിരിക്കുന്നു. ഫനിഅമൽ മാഹിദൂൻ, അപ്പോൾ അതിനെ മഹദാക്കിയവൻ, അതിനെ ഒരു തൊട്ടിലാക്കിയവൻ എത്ര നല്ലവനാണ്. ഫനിഅമൽ മാഹിദൂൻ, ഈ ഭൂമിയിലെ എല്ലാ പടപ്പുകൾക്കും സൃഷ്ടികൾക്കും താമസിക്കാൻ ഉതകുന്ന രൂപത്തിൽ അള്ളാഹു ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. ഫനിഅമൽ മാഹിദൂൻ, അത് അതിൻ്റെ ആളുകൾക്ക് അവർക്ക് കഴിയാവുന്ന തൊട്ടിലെന്നതുപോലെ അള്ളാഹു ആക്കിയിരിക്കുന്നു. വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. വമിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിൽ നിന്നും, എല്ലാ വസ്തുക്കളിൽ നിന്നും, ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, സൗജൈനി, രണ്ട് ഇണകൾ, ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. വാഹിദായ, അഹദായ, ഏകനായ ഒരു സാഹിബത്തിനെ, കൂട്ടുകാരിയെ സ്വീകരിച്ചിട്ടില്ലാത്ത അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പടപ്പുകളെ അതിനെ ഇണകളാക്കിയിരിക്കുന്നു. പ്രപഞ്ചം അത് വലിയ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാലും അതെല്ലാം ഇണകളാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ സമാ വ അർദ്, ആകാശവും ഭൂമിയും, വലൈൽ വ നഹാർ, രാവും പകലും, ശംസ് വ ഖമർ, സൂര്യനും ചന്ദ്രനും, വബർ വ ബഹർ, കടലും കരയും, വദിയാ വ ളലാം, വെളിച്ചവും ഇരുട്ടും, വ ഈമാൻ വ കുഫർ, ഈമാനും കുഫറും, വ മൗത്ത് വ ഹയാത്ത്, ജീവിതവും മരണവും, വ ശഖാ വ സആദ, സൗഭാഗ്യവും ദൗർഭാഗ്യവും, വ ജന്ന വ നാർ, സ്വർഗവും നരകവും, ഇങ്ങനെല്ലാം, സന്തോഷവും സങ്കടവും എല്ലാം, ബുദ്ധിയുള്ള അവസ്ഥ, വിവരം കെട്ട അവസ്ഥ, നോക്കി അള്ളാഹു എല്ലാം അങ്ങനെ പഠിച്ചിരിക്കുന്നു. ഹത്തൽ ഹയവാനാത്ത് വൻ നബാതാത്ത്, മൃഗങ്ങളെയും സസ്യങ്ങളെയും പോലും, ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ. എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടി ചിന്തിക്കുക. അന്നൽ ഖാലിഖ വാഹിദുൻ ലാ ശരീക ലഹ്, ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് വാഹിദുൻ, അവനേകനാണ്, അവൻ ഒരേ ഒരുവനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരുമില്ല, അവൻ ഒരു സഹായിയെ സ്വീകരിച്ചിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭൂമിയിലെ രാജാക്കന്മാർക്ക് മന്ത്രിമാരുള്ളതുപോലെ ഇല്ല. അവനിലേക്കെത്താൻ പരിശോധിക്കുന്ന കാവൽക്കാരില്ല, മറിച്ച് അള്ളാഹു എല്ലാവരുടെയും റബ്ബാൻ, അവനിതെല്ലാം പടച്ചവനാണ്. നോക്കൂ, ഈ പടപ്പുകളുടെ എണ്ണം, അതുപോലെ ഇതിൻ്റെ ഇനങ്ങൾ, അതുപോലെ ഇതിൻ്റെ കൃത്യത, വൈവിധ്യം, ഇതെല്ലാം പല നിലക്ക് ചിന്തിക്കാനുള്ളതാണ്. ഒന്ന് വലിപ്പം ആലോചിച്ച് നോക്കൂ, എണ്ണം ചിന്തിച്ചു നോക്കൂ, വൈവിധ്യം പല ഇനങ്ങളിലാണ്, എന്നാൽ അതെല്ലാം കൃത്യവുമാണ്. എല്ലാം ഇങ്ങനെ പല നിലക്കാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ. ലഅല്ലകും തദക്കറൂൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. ഫഫിറൂ, അതുകൊണ്ട് നിങ്ങൾ ഓടിച്ചെല്ലൂ, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. ഇന്നി ലക്കും മിൻഹു, തീർച്ചയായും അവനിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ, തീർച്ചയായും ഞാൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുള്ള കൽപ്പനയാണിത്. ഞാൻ ലക്കും, നിങ്ങൾക്ക്, മിൻഹു, അവനിൽ നിന്നുള്ള, നദീറുൻ, താക്കീതുകാരനാണ്, മുബീൻ, വ്യക്തമായ താക്കീതുകാരൻ. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഓടിച്ചെല്ലൂ നിങ്ങൾ, അഥവാ അൽജിഉ ഇലൈഹി, അവനിലേക്ക് അഭയം തേടിച്ചെല്ലൂ. വഅ്തമിദു ഫി ഉമൂരിക്കും അലൈഹി, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ റബ്ബിനെ അവലംബിക്കൂ. നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഓടിച്ചെല്ലാനില്ല അവങ്കലേക്കല്ലാതെ.
ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്. ലാ മൽജഅ അല്ലാഹുവേ ഒരു അഭയകേന്ദ്രവുമില്ല, വലാ മൻജഅ രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലമില്ല, മിൻക നിന്നിൽ നിന്ന്, ഇല്ല ഇലൈക് നിന്നിലേക്കല്ലാതെ. എത്ര മഹത്തരമായ വാക്കാണതെന്ന് ആലോചിച്ചു നോക്കൂ. അതായത് ദുനിയാവിൽ എന്തെന്ത് കാര്യങ്ങൾ നമ്മൾ പേടിക്കുന്നുണ്ടോ, എന്താകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളാകട്ടെ, എന്ത് പ്രയാസങ്ങളാകട്ടെ നമ്മൾ പേടിക്കുന്നുണ്ടോ, യഥാർത്ഥത്തിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചേ നടക്കൂ. അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാ കാര്യം. അതുപോലെ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും ആർക്കേ സാധിക്കൂ? അള്ളാഹുവിന് മാത്രം. എല്ലാം അവനിൽ നിന്ന്, എല്ലാത്തിൻ്റെ മടക്കവും അവനിലേക്ക്. നമ്മളതാ സുജൂദിൽ ദുആ ചെയ്യാനുള്ള ഒരു ദുആ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക. അല്ലാഹുവേ, ഇന്നി അഊദു ബിറിദാക, നിന്റെ റിദാ, നിന്റെ തൃപ്തി മുഖേന ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ സഖതിക നിന്റെ കോപത്തിൽ നിന്ന്, വബിമുആഫാതിക റബ്ബേ നീ നൽകുന്ന സൗഖ്യം, രക്ഷ, അത് മുഖേന ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ഉഖൂബതിക് നിന്റെ ശിക്ഷയിൽ നിന്ന്, വഅഊദു ബിക മിൻക റബ്ബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു നിന്നിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മക്കാക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല. അവനിൽ നിന്ന് ഓടിപ്പോകാൻ ഒരു സ്ഥലവുമില്ല, അവനിലേക്കല്ല. ഫഫിറു ഇലല്ലാഹ്, അവനിലേക്ക് ഓടിച്ചൊല്ലൂ എന്ന് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴം എടുക്കും. അള്ളാഹുവിലേക്ക് നിങ്ങളൊരു മുഴം അടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹു ഒരു ബാ നിങ്ങളിലേക്ക് അടുക്കും. അതായത് അള്ളാഹുവിലേക്ക് ഒരു ഷിബർ അടുത്താൽ അള്ളാഹു ഒരു ദിറാ അടുക്കുമെന്നാണ്. ഷിബർ എന്നാൽ നമ്മൾ 5 വിരലുകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ തള്ളവിരലിൻ്റെ അറ്റം മുതൽ ചെറുവിരലിൻ്റെ അറ്റം വരെ എത്ര അകലമുണ്ട്, അതാണ് ഷിബർ. അത്രയും ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിലേക്ക് ഒരു ദിറാ അടുക്കും. ദിറാ എന്നാൽ കൈയിൻ്റെ മുട്ട് മുതൽ നടുവിരലിൻ്റെ അറ്റം വരെയാണ് ദിറാ. ഒരു ദിറാ അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹു ഒരു ബാ അടുക്കുമെന്ന് എന്നാണ് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഒരു ബാ എന്നാൽ ഒരാൾ 2 കൈ നിവർത്തി പിടിച്ചാൽ, 2 കൈ 2 ഭാഗത്തേക്ക് നിവർത്തി പിടിച്ചാൽ ഒരു കൈ മുതൽ അടുത്ത, ഒരു കൈയിൻ്റെ അറ്റം മുതൽ അടുത്ത കൈയിൻ്റെ അറ്റം വരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി, ആരെങ്കിലും എന്നിലേക്ക് നടന്നെടുത്താൽ അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ചെല്ലാൻ, അവനുമായുള്ള സംഭാഷണത്തിനായി ചെല്ലാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് മൂസാ നബിയുടെ അടുത്ത് അള്ളാഹുവിലേക്ക് ചെല്ലാൻ അള്ളാഹു കൽപ്പിച്ചു. മൂസാ നബി വേഗത്തിൽ ചെന്നു. ആദ്യമെത്തി, എൻ്റെ കൗമിനേക്കാൾ ആദ്യമെത്തി. അള്ളാഹു ചോദിച്ചു, അമാ അജലക അൻ ഖൗമിക യാ മൂസ, എന്താണ് മൂസ നീ വേഗം വന്നത്, തിരക്കിട്ട് വന്നത്, അവരൊക്കെ പിന്നിലാക്കി വന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഹും ഉലാഇ അലാ അഥരി, അള്ളാഹു അവരെൻ്റെ പിന്നിലുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, ഞാൻ എൻ്റെ അടുത്തേക്ക് വേഗം വന്നു നീ തൃപ്തിപ്പെടാൻ വേണ്ടി, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, മൂസാ നബിയോട് അള്ളാഹു ഒരു പടപ്പിനെ അന്വേഷിച്ച് എല്ലാം പറഞ്ഞിരുന്നു. ഒരാളെ അന്വേഷിച്ചെല്ലാം പറഞ്ഞിരുന്നു. ആരെ? ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിച്ച് എല്ലാം അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഖദറിനെ അന്വേഷിച്ചെന്ന് ആ യാത്ര ഇങ്ങനെ നീണ്ടപ്പോൾ ഫലമ്മ ജാവസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ. മൂസാ നബി പറഞ്ഞു, അവർക്ക് എത്തേണ്ട സ്ഥലമുണ്ടായിരുന്നു, അത് വിട്ടുകടന്നപ്പോൾ മൂസാ നബിക്ക് ക്ഷീണം തോന്നി. ഒരു മത്സ്യം അത് ചാടി
വെള്ളത്തിൽ ഒരു പ്രത്യേക വഴിയുണ്ടാവും. ഒരു വഴി ഉണ്ടാക്കി പോകുന്നത് കണ്ടാൽ അവിടെയാണ് നിങ്ങൾക്ക് കാണാനുള്ള ആളുള്ളത്. ഞാൻ പ്രത്യേകമായ വിജ്ഞാനം പഠിപ്പിച്ചിട്ടുള്ള ആളുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്, അങ്ങോട്ട് പോകൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ട് മൂസാ നബി പോയി. സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീർ വായിച്ചാൽ മതി, മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെന്നു. അപ്പോൾ ഈ സ്ഥലം എത്തി. അപ്പോൾ മൂസാ നബിയുടെ കൂടെയുള്ള ആൾ പറയാൻ മറന്നുപോയി ഈ മീനിങ്ങനെ പോയത്. ആ സ്ഥലം അവർ വിട്ട് കടന്നപ്പോൾ അതുവരെ ക്ഷീണം ഉണ്ടായിട്ടില്ല. അത് കടന്നപ്പോൾ മൂസാ നബിക്ക് ക്ഷീണം തോന്നിയെന്നാണ്. ആദ്യം പറഞ്ഞെന്താ, മജ്മഅ അൽ ബഹ്റൈൻ, രണ്ട് കടലുകൾ ഒരുമിച്ച് ചേരുന്നിടത്ത് എത്തുന്നവരെ നമ്മൾ പോകും. അല്ലെങ്കിൽ ഒരു ഹുഖബ് എന്ന് പറഞ്ഞാൽ ദീർഘമായ കാലമാണ്, ഒരു 80 കൊല്ലം എന്നൊക്കെ അതിന് പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞത് കാണാം. അത്രയും ദീർഘമായ യാത്രയാണെങ്കിൽ നമ്മൾ പോകും എന്ന് പറഞ്ഞ മൂസാ നബിയാണ്. അപ്പോൾ ഈ സ്ഥലം കടന്നപ്പോൾ എന്താ പറഞ്ഞത്, ഭക്ഷണം എടുക്കൂ. ലഖദ് ലഖീനാ മിൻ സഫറിനാ ഹാദാ നസബാ, ഈ യാത്രയിൽ നമുക്കിത് ക്ഷീണം ബാധിച്ചിരിക്കുന്നു, ക്ഷീണം പിടിച്ചു. ഇബ്നു ഖയ്യിം പറഞ്ഞു, ഒരു പടപ്പിനെ കാണാൻ പറഞ്ഞു, അതിനുവേണ്ടി യാത്ര പോയി. മൂസാ നബി ക്ഷീണിതനായി. എന്നാൽ അള്ളാഹുവിലേക്ക് അവനുമായുള്ള സംഭാഷണത്തിന് ചെല്ലാൻ അള്ളാഹു നിശ്ചിത സ്ഥലം പറഞ്ഞു. അവിടെ ചെല്ലാൻ പറഞ്ഞു. മൂസാ നബി എന്താണ് ചെയ്തത്, വളരെ വേഗം എത്തിയിട്ട് പറയുകയാണ്, എന്ത്, നീ തൃപ്തിപ്പെടാൻ റബ്ബേ ഞാൻ വേഗം വന്നിരിക്കുന്നു, ക്ഷീണം ഉണ്ടായില്ല എന്ന്. കാരണം എന്താണ്, ഇത് റബ്ബിലേക്കുള്ള പോക്കാണ്. ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലു. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, അവനിലേക്ക് അടുത്തവനിലേക്ക് ഏറെ അടുക്കുന്ന റബ്ബാൻ. ഫഫിറു ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ വലാ തജ്അലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. വലാ തജ്അലൂ, നിങ്ങൾ ഏർപ്പെടുത്തരുത്, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, ഇലാഹൻ ആഖർ, മറ്റൊരു ഇലാഹിനെ, ആരാധന കൊടുക്കുന്ന മറ്റൊരാളെ, മറ്റൊന്നിനെ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, തീർച്ചയായും ഞാൻ, ലക്കും നിങ്ങൾക്ക്, മിൻഹു ആ റബ്ബിൽ നിന്നുള്ള നദീറും മുബീൻ വ്യക്തമായ താക്കീതുകാരനാകുന്നു. നോക്കൂ, അള്ളാഹു പറയുന്നു, അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെ ഏർപ്പെടുത്തരുത്. അള്ളാഹുവിനല്ലാതെ ഇലാഹിന് ഉലൂഹിയത്തിൻ്റെ ഭാഗമായി ഒന്നും, ഇബാദത്തിൻ്റെ ഭാഗമായി, ആരാധനയുടെ ഭാഗമായ ഒന്നും അള്ളാഹുവിനല്ലാതെ കൊടുക്കരുത്. അള്ളാഹു അല്ലാത്ത ഇലാഹിനെ ഉണ്ടാക്കുക, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുക എന്നതാണ് ഏറ്റവും കടുത്ത തിന്മ. അതാണ് ശിർക്ക് എന്ന തെറ്റ്. അതിനേക്കാൾ കടുത്ത മറ്റൊരു തിന്മയില്ല. അതിലായി മരിച്ചവന് സ്വർഗം ഹറാമാണ്, ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നരകം അവന് ശാശ്വത സങ്കേതമാണ്, അവിടെ നിന്ന് പുറത്തു കടക്കാൻ അവന് സാധ്യമല്ല. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റ് ഒരു അമലും അതോടൊപ്പം അള്ളാഹു സ്വീകരിക്കുകയില്ല. എല്ലാ നബിമാരും ഈ വിഷയമാണ് ആദ്യം ജനങ്ങളോട് പറഞ്ഞത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ. വലാ തജഅലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. കദാലിക മാ അത الذين من قبلهم من رسول إلا قالوا ساحر أو مجنون. കദാലിക, അതുപോലെ തന്നെ, മാ അത, ചെന്നിട്ടില്ല, പോയിട്ടില്ല, അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരിലേക്ക്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, നബിയെ, താങ്കൾ ഏതൊരു കൗമിൻ്റെ അടുത്തേക്കാണോ അള്ളാഹുവിൻ്റെ വഹ്യുമായി ചെന്നിട്ടുള്ളത്, അവർക്ക് മുമ്പുള്ളവർ, അവരിലേക്ക് മിർ റസൂലിൻ, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ നിന്ന് ആര് ചെന്നിട്ടുണ്ടോ, ഇല്ലാ ഖാലു, അവർ പറയാതിരുന്നിട്ടില്ല, സാഹിറുൻ, സാഹിർ എന്ന ആ നബിയെക്കുറിച്ച്, ഒരു മായാജാലക്കാരൻ, മന്ത്രവാദി, ഔ അല്ലെങ്കിൽ മജ്നൂൻ, ഒരു ജിന്ന് ബാധിച്ച ആൾ, ഭ്രാന്തനായ ആൾ. അള്ളാഹുവിൻ്റെ നബിമാർ ഏറ്റവും വ്യക്തമായ സത്യവുമായിട്ടാണ് വന്നത്. പക്ഷേ അവർ വിളിക്കുന്നത് നോക്കൂ, അവരുടെ പ്രവൃത്തിയിൽ ദുരുദ്ദേശം ആരോപിക്കുന്നു, അവരുടെ ബുദ്ധി കേടാണെന്ന് ആരോപിക്കുന്നു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസമാണ്. പഴയകാല ഉമ്മത്തുകളെക്കുറിച്ചുള്ള ചരിത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസമാണ്. കാരണം നബി ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല.
താങ്കൾ ഏത് കാര്യമാണോ കൊണ്ടുവന്നത് അതുമായി വന്ന എല്ലാ നബിമാർക്കും ഉണ്ടായ അനുഭവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവനോടല്ലാതെ ദുആ പാടില്ല, അവർ അള്ളാഹിൻ്റെ ഔലിയാക്കളാകട്ടെ, അള്ളാഹുവിൻ്റെ നബിമാരാകട്ടെ, ആരാകട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങളാണിത്. അള്ളാഹു ചോദിക്കുന്നു, അതവാസൗ ബിഹി ബൽ ഹും ഖൗമുൻ താഗൂൻ. അതവാസൗ എന്താ, അവർ പരസ്പരം വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ? ബിഹി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞത പഴയ നബിമാർ, അവരുടെ കാലത്തുള്ള ജനങ്ങൾ എന്താണ് നബിമാരോട് പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനൊരു കൗമിനെ കണ്ടിട്ടില്ലാത്ത വേറൊരു കൗമാണിവർ. എന്നിട്ട് ഇവരും നബിമാരോട് പറയുന്ന അതേ വാക്കാണ്. എന്താണ്, ഇവർ തലമുറകളായി മരിക്കുമ്പോൾ കൈമാറിയ വസിയത്താണോ ഇത്? നബിമാരൊന്ന് ഇങ്ങനെ പറയണമെന്ന് അല്ല. ബൽ മറിച്ച് ഹും അവർ ഖൗമുൻ ഒരു വിഭാഗമാണ്, താഗൂൻ അതിരിവിട്ട അക്രമികളായ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ധിക്കാരികളായ വിഭാഗമാണ്. അതുകൊണ്ട് ഒരു ധിക്കാരിയെപ്പോലെയായിരിക്കും അടുത്ത ധിക്കാരി. അവരുടെ ഹൃദയങ്ങൾ ഒരുപോലെയായിരിക്കും. തശാബഹത് ഖുലൂബുഹും, അള്ളാഹു പറഞ്ഞു അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാദൃശ്യപ്പെട്ടിരിക്കുന്നു. വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സൂറത്തു അസ്സാഫാത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും, അക്രമികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച, അള്ളാഹുവിൽ പങ്കുചേർത്ത, അതല്ലാത്ത മറ്റു തെറ്റുകൾ ചെയ്ത അക്രമികളെയും വഅസ്വാജഹും അവരുടെ ഇണകളെയും ഒരുമിച്ച് കൂട്ടു. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്നവരെയും ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം എന്നിട്ട് നരകപാതയിലേക്ക് അവരെ നയിക്കൂ, അവരെ കൊണ്ടുപോകൂ. മലക്കുകളോടുള്ള കൽപ്പനയാണ്. അവിടെ എന്താ അസ്വാജഹും എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യമാർ എന്നല്ല അർത്ഥം. പിന്നെയോ അവരുടെ അതേ തോന്നിവാസം ചെയ്ത എല്ലാ കാലത്തുമുള്ള ആളുകൾ, അവരൊക്കെ ഒരുമിച്ചായിരിക്കുന്നതാണ്. ഫിറഔനെ പോലെ ഉള്ള അഹങ്കാരം നടിച്ച ആളുകൾ, അബൂജഹലിനെ പോലത്തെ ശിർക്കും കുഫറും പ്രവർത്തിച്ച ആളുകൾ, ഇങ്ങനെ ഒരേ തെറ്റ് ചെയ്ത ആളുകൾ ആരാണോ അവർ പല കാലക്കാരായിരിക്കും. എല്ലാവരും നരകത്തിനാണ് കിടക്കുക. എല്ലാവരും നരകത്തിൽ ഒരുമിച്ചായിരിക്കും. ഒരേ തെറ്റ് ചെയ്തവർ ഒരുമിച്ച് നരകത്തിലായിരിക്കും എന്നാണ്. എന്നാൽ ഒരുമിച്ച് ആളുകളുണ്ടെന്നത് നരകത്തിൽ അവർക്കൊരു ആശ്വാസവും നൽകുകയില്ല. ഒരേപോലെ ശിക്ഷ അനുഭവിക്കുന്ന വേറെ ആളുകളെ കണ്ടാൽ ഒരാശ്വാസവും ഒരിറ്റ് ആശ്വാസം പോലും അവർക്ക് നരകത്തിൽ കിട്ടുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു പറയുന്നു, അതവാസൗ ബിഹി ബൽ ഹും ഖൗമുൻ താഗൂൻ ഫതവല്ല അൻഹും, ഓ നബിയെ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഫമാ അൻത ബിമലൂം, നബിയെ താങ്കളല്ല ബിമലൂം, താങ്കൾ ആക്ഷേപാർഹനല്ല ഒരിക്കലും. ചില റിവായത്തുകളിൽ കാണാം, അല്ലാഹു അലം, ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബിമാർ പേടിച്ചു എന്നാണ്. കാരണം എന്താ, നബി അവരെ ഒഴിവാക്കിയേക്കൂ, താങ്കൾക്ക് ആക്ഷേപമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങാൻ സമയമായോ എന്ന് പേടിച്ചു എന്നാണ്. വിട്ടേക്കവരെ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആയത്ത് കേട്ടപ്പോൾ സഹാബികൾക്ക് ആശ്വാസമായി എന്നാണ്. എന്താണ്? വദക്കിർ, നബിയെ ഓർമ്മപ്പെടുത്തൂ, ഉത്ബോധനം നൽകൂ. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് ഈമാനുള്ളവൻ അത് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എത്ര കേട്ട ആയത്തുകളായിരിക്കും ചിലപ്പോൾ, ഒരുപാട് കേട്ട ഹദീസുകളായിരിക്കും ചിലപ്പോൾ, പക്ഷേ അതതാ ചില സന്ദർഭത്തിൽ കേൾക്കുമ്പോൾ അതുവരെ തോന്നാത്ത ഒരു മാനം അതിന് നമുക്ക് തോന്നുന്നു, അതുവരെ കിട്ടാത്തൊരു ഗുണപാഠം അതുകൊണ്ട് അപ്പോൾ കിട്ടുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുൽ ഖുർആൻ മറിച്ച് നോക്ക്. അങ്ങനെയാണ് ഏത് സന്ദർഭത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ കിതാബിൽ ആശ്വാസമേകുന്ന വാക്കുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ അവൻ്റെ കിതാബിൽ പറഞ്ഞത് കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം പറയുന്നു, ഞാൻ ബാത്തിലിൻ്റെ, ഇസ്ലാമിനെതിരായി
യഥാർത്ഥ സുന്നത്തിനെതിരായി അഥവാ അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിനെതിരായി സംസാരിക്കുന്ന ചില സംസാരങ്ങൾ കേട്ടാൽ എൻ്റെ മനസ്സ് പ്രയാസപ്പെടും. അങ്ങനെ കേട്ടോ, ചില ബാത്തിലേട്ട നമ്മളൊക്കെ മനസ്സിന് വിഷമം തോന്നും. തെറ്റായ, തീർത്തും തെറ്റായ ദീനിനെതിരായ വാക്കുകൾ കേട്ടെനിക്ക് മനസ്സ് പ്രയാസം തോന്നും, എൻ്റെ മനസ്സിൽ ഭാരം തോന്നും. ഞാൻ എന്തു ചെയ്യും? എൻ്റെ കൂടെ ഉള്ളവരോട് അള്ളാഹുവിൻ്റെ ഖുർആനിലെ അള്ളാഹു വിജയം വാഗ്ദാനം ചെയ്യുന്ന ആയത്തുകൾ ഓതാൻ പറയും, അത് കേൾക്കാൻ വേണ്ടി. സൂറത്തുൽ ഫത്ഹ് പോലെ, സൂറത്തു അൽ ഫത്ഹ് പോലെ, അങ്ങനെ അള്ളാഹു ആശ്വസിപ്പിക്കുന്ന, അള്ളാഹു വിജയം നൽകും എന്ന് പറയുന്ന, അള്ളാഹു മുഅ്മിനുകളെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ആയത്തുകൾ ഞാൻ ഓതാൻ പറയും, കേൾക്കാൻ വേണ്ടി. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ ചരിത്രത്തിലേക്കുമെല്ലാം തിരിഞ്ഞു നോക്കിയാൽ നമുക്കതിൽ ആശ്വാസം കാണാം. കാരണം ഇതെല്ലാം പുതിയ സംഭവങ്ങളല്ല, ലോകം ഇന്ന് തുടങ്ങിയതല്ല, മറിച്ച് കാലങ്ങൾ, നൂറ്റാണ്ടുകൾ, തലമുറകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാത്തിനും മുകളിൽ റബ്ബുണ്ട്. വദക്കിർ, ഓർമ്മപ്പെടുത്തൂ നബിയെ, ഉത്ബോധനം നൽകൂ. ഫഇന്ന ദിക്റ, തീർച്ചയായും ഓർമ്മപ്പെടുത്തൽ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്കത് ഉപകാരപ്പെടും. അപ്പം മുഅ്മിൻ ആരാണ്? അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടാൽ അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവനാണ്, അതിൽ നിന്ന് ഗുണപാഠങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അത് കേട്ടാൽ ലം യഖറു അലൈഹ സുമ്മൻ വഉമ്യാന, ചെവി കേൾക്കാത്തവനെ പോലെ, കണ്ണു കാണാത്തവനെ പോലെ അതിൻ്റെ മേൽ ചാടി വീഴുകയില്ല, മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന, കാര്യം മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും മുഅ്മിനുകൾ. അപ്പോൾ അല്ലാഹു പറഞ്ഞു ഫതവല്ല അൻഹും ഫമാ അൻത ബിമലൂം വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അപ്പോൾ ഇതാണ് നമ്മൾ നന്മ ഉപദേശിക്കുമ്പോൾ, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അതിൻ്റെ പ്രയോജനം ഉൾക്കൊണ്ടേക്കും. ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ആ കുട്ടിയോട് നമ്മളുമായി ഇടപാടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിലക്ക് സംസാരിക്കേണ്ടുന്നൊരു കുട്ടിയോട് അതിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിക്കാതെ അതിനോട് അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കുക, തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ശിർക്കിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ ഈ കുട്ടി ചിന്തിക്കും, പണ്ട് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എത്ര അനുഭവങ്ങൾ ആളുകൾ പറയുന്നത് കേൾക്കാം. വളരെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ തൗഹീദ് മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, പ്രായമുള്ള ഒരാൾ. നമ്മുടെ നാട്ടിലൊന്നും തൗഹീദ് ഉണ്ടായിരുന്നില്ല, എല്ലാം ശിർക്കും ഖുറാഫാത്തും അതുപോലെ ദർഗകളും അതിൻ്റെ ആളുകളും ഒക്കെ ആയിരുന്നു. ഒരാളുണ്ടായിരുന്നു, അയാൾ എന്നോട് വളരെ ചെറുപ്പത്തിൽ തൗഹീദ് പറയുമായിരുന്നു. എന്ന് വലുതായാൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം. പിന്നീട് പല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ആ മനുഷ്യൻ പറഞ്ഞത് മനസ്സിൽ കയറി വരിക. ഇഖ്ലാസോടെ അള്ളാഹുവിന് വേണ്ടി പറയുന്ന വാക്ക് അത് ജനങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. സ്വീകരിച്ചോ ഇൻഷാ അല്ലാഹ് അതിന് വലിയ പ്രതിഫലം. ആ ആൾ എത്ര കാലം ആ സന്മാർഗവുമായി ജീവിക്കുന്നു, അയാളിൽ നിന്ന് എത്ര ആൾ പഠിച്ചോ അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നാണ്. അള്ളാഹു ഇതാ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തിനാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്? ലക്ഷ്യമറിയാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു ഇതാ പറയുന്നത്, എന്തിനാണ് നമ്മളെ പടച്ചത്? വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന, ജിന്ന് വർഗത്തെ, വൽ ഇൻസ, ഇൻസ് വർഗത്തെ, മനുഷ്യരെ, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും പടച്ചിട്ടില്ല. ഇമാം ഇബ്നു കസീർ പറയുന്നു, വമഅനൽ ആയ, ഈ ആയത്തിന്റെ അർത്ഥം അന്നഹു തബാറക വതആല അല്ലാഹു റബ്ബുൽ ആലമീൻ ഖലഖൽ ഇബാദ ലിയഅ്ബുദൂഹു വഹ്ദഹു ലാ ശരീക ലഹു ഫമൻ അതാഅഹു ജാസാഹു അതമ്മൽ ജസാ ومن عصاه عذبه أشد العذاب وأخبر أنه غير محتاج إليهم بل هم الفقراء إليه في جميع أحوالهم فهو خالقهم ورازقهم. ഈ ആയത്തിൻ്റെ അർത്ഥമെന്നാൽ
അതായത് അല്ലാഹു ഖലഖൽ ഇബാദ, പടപ്പുകൾ അല്ലാഹു പടച്ചത് ലിയഅബുദൂഹു, അവനെ ആരാധിക്കാനാണ് അവർ. വഹ്ദഹു, അവനെ മാത്രം, ലാ ശരീക ലഹു, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതെ, അവനിൽ ഒരു പങ്കുകാരുമില്ല. അങ്ങനെ ഫമൻ അതാഅഹു, അതിൽ അല്ലാഹുവിനെ ആരനുസരിച്ചോ, ജസാഹു അതമ്മൽ ജസാ, പരിപൂർണമായ പ്രതിഫലം അല്ലാഹു അവന് നൽകും. വമൻ അസാഹു, ആരാണോ അല്ലാഹുവിനെ ധിക്കരിച്ചത്, അദബഹു അശദ്ദൽ അദാബ്, ഏറ്റവും കടുത്ത ശിക്ഷ അല്ലാഹു അവനെ ശിക്ഷിക്കും. നോക്കൂ, വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആരാധിക്കേണ്ടത് ആരെ? സൃഷ്ടാവിനെ. മഖ്ലൂഖിനെ അല്ല. മഖ്ലൂഖ് ആരാവട്ടെ, നബിയോ വലിയോ ആരാകട്ടെ, മഖ്ലൂഖിന് ഇബാദത്തിന് അർഹതയില്ല. ഇബാദത്തിന് അർഹത ഖാലിഖായ അല്ലാഹുവിന് മാത്രം, അവനാണ് പടച്ചത്. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അൽ ജിന്ന വൽ ഇൻസ്, ജിന്നിനെയും ഇൻസിനെയും. ജിന്നിനെ ആരാധിക്കുന്ന ഇൻസുണ്ട്, ജിന്നിനെ ആരാധിക്കുന്ന ഇൻസുണ്ട്. ജിന്നുകളെ, പിശാചുക്കളെ ആരാധിക്കുന്ന ആളുകൾ എന്താണ് അവൻ വിചാരിക്കുന്നു? അവന് കാണാൻ കഴിയുന്നില്ല, അവനില്ലാത്ത പല കഴിവുകളുമുണ്ട്, അതുകൊണ്ട് ആരാധിച്ചു കളയാം. പക്ഷേ അള്ളാഹുവിൻ്റെ മഖ്ലൂഖ് എന്ന നിലയിൽ അവനും ഈ നമുക്ക് കാണാൻ സാധിക്കാത്ത ജിന്നുവർഗവും ഒരുപോലെയാണ്. അവർ രണ്ടു കൂട്ടരെയും അള്ളാഹുവാണ് പടച്ചത്. എന്തിനു വേണ്ടി? അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പരമമായ ലക്ഷ്യം ദുനിയാവല്ല. ദുനിയാവ് നമ്മുടെ ലക്ഷ്യമായോ, ദുനിയാവ് ലക്ഷ്യമാക്കിയവൻ തളർന്നു പോകും. അവനാകട്ടെ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ദുനിയാവിൽ നിന്ന് കിട്ടുകയുമില്ല. മറിച്ച് ആഖിറത്ത് ഒരുവൻ ലക്ഷ്യമാക്കിയോ, അവൻ്റെ ദുനിയാവ് അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ റിസ്കിൻ്റെ കാര്യത്തിൽ ബേജാറാവണ്ട. അപ്പം നമുക്ക് ആദ്യം തോന്നുന്ന ബേജാറാണല്ലോ, ഇബാദത്ത് ചെയ്യാനാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ആദ്യം തോന്നുന്ന ബേജാറ് റിസ്കിനെ കുറിച്ചാണ്. നമുക്ക് അടുത്ത ആയത്തെന്താ? മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മിൻഹും, അവരിൽ നിന്ന്, മിൻ റിസ്ഖിൻ, ഒരു റിസ്ക്കും, അവരെനിക്ക് ഉപജീവനം നൽകണം, ചെലവിന് നൽകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയാണ് അത് സംഭവിക്കുക? അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം, അവനാണെല്ലാം നൽകിയത്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ യുത്ഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകണമെന്ന്. എത്രയോ സൃഷ്ടികളെ പൂജിക്കുന്ന ആളുകളില്ലേ, അവരുടെ ഇലാഹുകൾക്ക് മുന്നിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ആളുകൾ, നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നവർ. എന്നാൽ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവർ റസ്സാഖു, അവനാണ് അർ റസ്സാഖ്. റാസിഖ് എന്നല്ല ഇവിടെ പറഞ്ഞത്, എന്താ? അർ റസ്സാഖ്. ഫആൽ എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അതായത് എല്ലാവർക്കും ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. എല്ലാവരുടെ റിസ്ക്കും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവനെങ്ങനെയുള്ളവനാണ്? ദുൽ ഖുവ്വ, ഖുവ്വത്തുള്ളവനാണ്, അതീവ ശക്തിയുള്ളവനാണ്. അൽ മതീൻ, അതീവ ബലമുള്ളവനാണ് അള്ളാഹു. ഖുവ്വത്തും ഖവി എന്ന പേരുണ്ട് അള്ളാഹുവിന്, അൽ ഖവി. അതുപോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് അൽ മതീൻ. രണ്ടും ശക്തിയെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് റിസ്ക് നൽകുന്നവൻ. അവന് പടപ്പുകൾ റിസ്ക് നൽകേണ്ടതില്ല. നോക്കൂ, നമ്മുടെ ജീവിതം റിസ്ക് സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യുക, കച്ചവടം ചെയ്യുക, ഇതെല്ലാം ഹലാലായ മാർഗത്തിൽ മാത്രമായിരിക്കണം. എന്നിട്ട് ആ ഹലാലിൽ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഇതുകൊണ്ട് ഖൈറായത് ചെയ്യാൻ മനസ്സിലുദ്ദേശം വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും, അതിനുപോലും അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. ഇതെങ്ങനെ ഹറാമിലൂടെ സമ്പാദിക്കാൻ, ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇതെങ്ങനെ നടക്കും? ഒരിക്കലുമില്ല. മറിച്ച് ഹലാലാണോ നമുക്കത് ഇബാദത്താക്കി മാറ്റാം, നല്ല നിയ്യത്തിലൂടെ. ജോലിയാകട്ടെ, ഏത് കാര്യമാകട്ടെ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മറിച്ച് അള്ളാഹു നമ്മെ പഠിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. റിസ്ക് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മെ ഏൽപ്പിച്ചത് അവന് ഇബാദത്ത് ചെയ്യണമെന്ന ഉത്തരവാദിത്തമാണ്.
إن الله هو الرزاق ذو القوة المتين. നോക്കൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം ഇബ്ൻ കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى رسول الله صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു അല്ലാഹു പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഖുദ്സിയായ ഹദീസാണ്. യബ്ന ആദം ഓ ആദമിൻ്റെ പുത്ര മനുഷ്യ. സഹോദരങ്ങളെ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വഫഖനില്ലാഹു ഇയ്യാക്കും. തഫറഗ് ലിഇബാദതി, നീ എനിക്കുള്ള ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുക. അംല സദ്റക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ സമ്പന്നത നിറക്കും. വഅസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കും. വഇല്ലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യുന്നില്ലേ മലഅത സദ്റക ശുഗ്ല, നിന്റെ നെഞ്ചിൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഷുഗ്ല് നിറച്ചു തരും, തീരാത്ത പണി നിറച്ചു തരും. വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരികയില്ല, നീക്കിത്തരികയില്ല. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇബാദത്തിന് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്തുകളുണ്ട്, അത് ഒഴിവാക്കിയാലേ ഒരാൾക്ക് കുറ്റമുള്ളൂ. അതിന് ഒഴിഞ്ഞിരിക്കാതിരുന്നാലേ ഒരാൾക്ക് കുറ്റമുള്ളൂ. അതെത്രയാണ്? വളരെ കുറച്ചാണ്. 5 നേരത്തെ നിസ്കാരം എത്ര കുറച്ചാണ്. 5 നേരത്തെ നിസ്കാരത്തിന് സമയം കൂട്ടി നോക്കി, എത്ര കുറച്ചാണത്. വളരെ കുറച്ചാണ്. അതിൽ തന്നെ പകലിൽ വെളിച്ചമുള്ള സമയത്ത് നിസ്കരിക്കാൻ പൊതുവെ 2 നിസ്കാരമുള്ളൂ, ളുഹുറും അസ്റും. ബാക്കി 3 പൊതുവേ ഇരുട്ടുള്ള സമയത്താണ്. അതിനിടയിൽ അള്ളാഹു സമയം നമുക്ക് നിശ്ചയിച്ചിരിക്കും നമ്മുടെ റിസ്ക് സമ്പാദിക്കാൻ. അതിൽ തന്നെ അള്ളാഹു വിശാലത നൽകിയിരിക്കുന്നു. അതിൻ്റെ സമയം എന്നാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ല, മറിച്ച് അള്ളാഹു അതിന് നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി. അതേസമയം ജമാഅത്തായി, അതാണ് പൊതുവെയുള്ള നിയമം. സ്ത്രീകൾ, അവർക്ക് ജമാഅത്ത് നിർബന്ധമില്ലല്ലോ. തൊട്ടടുത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ജമാഅത്തിന് പോകൽ നിർബന്ധമില്ല. ജമാഅത്തിന് പോകൽ, മസ്ജിദിലേക്ക് പോകൽ അവർക്ക് നിർബന്ധമില്ല. പോയാൽ അത് അനുവദനീയം എന്ന് മാത്രം, പോകൽ അനുവദനീയമാണ് എന്ന് മാത്രം. അതേസമയം പുരുഷന്മാരാണോ, അവർക്ക് ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ അവരുണ്ടെങ്കിൽ, ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ, അദാൻ കേൾക്കുന്ന ദൂരത്തിൽ അവരുണ്ടെങ്കിൽ, രോഗമില്ലെങ്കിൽ അവർക്ക് ജമാഅത്തിന് ചെല്ലൽ നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ഈ സമയം നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ വളരെ കുറച്ച് സമയം മാത്രമാണ്. അതാ സക്കാത്ത്. പൈസ ഉള്ളവൻ ആണ് കൊടുക്കേണ്ടത്, എല്ലാവരും കൊടുക്കണ്ട. അതും കുറച്ചുള്ളവനും കുറേയുള്ളവനും ഒരുപോലെ കൊടുക്കണ്ട. അതിന് അള്ളാഹു നിസാബ് നിശ്ചയിച്ചിട്ടുണ്ട്, പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയോ അതിന് മുകളിലോ സമ്പത്തുണ്ടെങ്കിലേ കൊടുക്കണ്ടു. എത്ര കൊടുക്കണം? മുഴുവൻ കൊടുക്കണോ? വേണ്ട. പകുതി കൊടുക്കണോ? വേണ്ട. 2.5% പൊതുവെ സക്കാത്ത്. കാർഷിക വിഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതല്ലാതെ പൊതുവെ എത്രയാണ്? 2.5%. എന്താ 2.5% എന്ന് പറഞ്ഞാൽ 40-1. എത്ര 2.5% എന്ന് പറഞ്ഞാൽ 40-1. 2.5%. ഒരാളുടെ സമ്പത്ത് 40 ഭാഗമാക്കി വീതിച്ചു നോട്ടിക്ക്. 4 അല്ല, 40. അതിൽ1 കൊടുക്കേണ്ടത്. എപ്പോഴോ? മാസം മാസം കൊടുക്കണോ? അല്ല. ആ സമ്പത്ത് ഇയാളുടെ കയ്യിലെത്തി, നിസാബെത്തിയ, കൊടുക്കേണ്ട പരിധി എത്തിയ സമ്പത്ത് ഇയാളുടെ കയ്യിൽ കിട്ടി. 1 വർഷം തികയണം, അപ്പോഴേ അയാൾക്ക് നിർബന്ധമുള്ളൂ. 11 മാസം അയാളുടെ കയ്യിലുണ്ട്, 12ാമത്തെ മാസത്തിന് മുമ്പ് തീർന്നുപോയി, സക്കാത്ത് കൊടുക്കണ്ട. അല്ലെങ്കിൽ നിസാബിൽ താഴേക്ക് കുറഞ്ഞുപോയി, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാർഷിക വിഭവങ്ങൾ ഒഴികെ, കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാർഷിക വിഭവങ്ങൾ, അത് യൗമ ഹസാദിഹി, അത് കൊയ്തെടുക്കുന്ന വിളവെടുപ്പിൻ്റെ സമയത്താണ് കൊടുക്കുന്നത്. പണക്കാരനത് യാതൊരു പ്രയാസവുമില്ല, എന്നാൽ പാവപ്പെട്ടവനോ അത് ഉപകാരമാണ്. അത് കിട്ടിയാൽ സാധുവിനത് ഏറെ ഉപകാരമാണ്. അതാ നോമ്പ്. വർഷത്തിൽ ആ ഒരു മാസം
ആ മാസം ഒന്നാകെ പട്ടിണി എടുക്കാനല്ല, പിന്നെ അതിൽ നിശ്ചിത സമയം, പ്രഭാതം വിടർന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഭക്ഷണവും വെള്ളവും ലൈംഗിക ബന്ധവും ഒഴിവാക്കുക, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് നിർബന്ധം. നോക്കൂ, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകൾ അത് വളരെ കുറച്ചാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അള്ളാഹു എളുപ്പമാക്കിയവൻ അതേറെ എളുപ്പമാണ്. എന്നാൽ ഹൃദയം ദുഷിച്ചവൻ, നന്മ ഏതെന്ന് തിരിച്ചറിയാത്തവൻ, പാപങ്ങൾ തെറ്റുകൾ അത് അവനവന് തന്നെയാണ് അതിൻ്റെ ദൂഷ്യം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു പോയവൻ അവന് പ്രയാസമായിരിക്കും. ഫൈന്നഹു യസീറു ലിമൻ യസ്സറഹു അല്ലാഹു അലൈഹി. അള്ളാഹു എളുപ്പമാക്കിയവന് സ്വർഗത്തിലേക്ക് അടുക്കാൻ, നരകത്തിൽ നകലാൻ എളുപ്പമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. ഓരോന്നിനെയും അള്ളാഹു എവിടത്തേക്ക് വേണ്ടിയാണോ പടച്ചത് അവിടേക്ക് എളുപ്പമുണ്ടായിരിക്കും അവന് അമലുകൾ. നരകത്തിന് വേണ്ടിയാണോ അള്ളാഹു അവനെ പഠിച്ചത്? നസ്അലുല്ലാഹു അൽ-ആഫിയ. നരകക്കാരുടെ ചെയ്യാനായിരിക്കും അവൻ എളുപ്പം. അത് ചെയ്യുക ഒരു പ്രയാസമില്ല. അവൻ സരീഅൻ ഫീ മഅസിയത്തില്ലാഹ് ബതീഅൻ ഫീ തആത്തില്ലാഹ്. ഖബറിൽ വെച്ച് അവനോട് പറയപ്പെടുന്നത് പോലെ തോന്നിവാസിയോട്, നീ തെറ്റുകളിൽ പാപങ്ങളിൽ നീ വളരെ വേഗത്തിൽ ചെല്ലുമായിരുന്നു, നല്ല കാര്യത്തിൽ നീ വളരെ പിന്നോട്ടായിരുന്നു. നല്ലവനോട് നേരെ തിരിച്ചാണ് പറയുന്നത്, നീ നന്മകളിൽ ഏറെ വേഗത കാണിക്കുന്നവനായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ നീ അറച്ചറച്ച് പിന്നിൽ നിൽക്കുന്നവനായിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് നമുക്ക് എളുപ്പമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അതിലുപരി ഒരാൾ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചാൽ അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താൻ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ അത് ഇബാദത്താണ്. ഒരാൾ കുടുംബം പോറ്റാൻ വേണ്ടി അയാൾ ചെയ്യുന്ന ഹലാലായ ജോലി, ഹലാലായ കച്ചവടം, അയാളുടെ നീയത്തിനനുസരിച്ച് അത് ഇബാദത്തായി തീരും. നീയത്ത്, മനസ്സിലെ ഉദ്ദേശം, ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഒരേ പ്രവൃത്തിക്ക് കരുതുക എന്നത് ബുദ്ധിയുള്ളവൻ്റെ പ്രവൃത്തിയാണ്. മസ്ജിദിലിരിക്കുമ്പോൾ ഒരുപാട് ഖൈറുകൾ ഒരുമിച്ച് ഉദ്ദേശിക്കുക. അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുന്ന അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുന്ന പ്രതിഫലം, എന്തെങ്കിലും നന്മ പഠിച്ചാലുള്ള പ്രതിഫലം, മുസ്ലിമീങ്ങളുടെ കൂടെ ഇരിക്കുന്ന പ്രതിഫലം, ഇങ്ങനെ സ്വന്തം ദീനിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന ആഗ്രഹം, അതുവഴി അള്ളാഹുവിലേക്ക് ഉയരണമെന്ന ആഗ്രഹം, ഇങ്ങനെ പലവിധ നീയത്തുകൾ ഒരുമിച്ച്, ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ, എന്നതുപോലെ ഒരുപാട് നീയത്ത് ഒരു അമലിൽ കരുതുക എന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. കാരണം എന്താ? ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരും അവൻ നീയത്താക്കിയതുണ്ടെന്നാണ്. ഒരു അമലിൽ കുറേ നല്ല നീയത്ത് വെച്ചാലോ നീയത്താക്കിയതൊക്കെ കിട്ടും. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരും അവൻ നീയത്താക്കിയത് ഉണ്ട് എന്നാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിൽ ഒരാൾ നല്ല നീയത്ത് കരുതുകയാണ്. എന്തിന്? വിശപ്പ് മാറ്റി ആരോഗ്യത്തോടെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ഉന്മേഷത്തോടെ നല്ലതെന്തെങ്കിലും ചെയ്യണം. അള്ളാഹു അത് ഇബാദത്തായി രേഖപ്പെടുത്തുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, വഫഖനല്ലാഹു ഇയ്യാക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു. ആരുടെയെങ്കിലും ചിന്ത ആഖിറത്തിനെ കുറിച്ചാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫി ഖൽബിഹി. അള്ളാഹു അവന്റെ ഹൃദയത്തിൽ അവന് സമ്പന്നത നൽകും. വജമഅ ലഹു ശംലഹു. അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു അവന് ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ദുനിയാവ് അനുസരണയോടെ അവനിലേക്ക് വരും. വമൻ കാനത്തി ദുനിയ ഹമ്മഹു. ആരുടെയെങ്കിലും ചിന്ത ദുനിയാവാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം തിർമിദിയുടെ ജാമിഉൽ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും ഉദ്ദേശം, അവൻ്റെ ലക്ഷ്യം ആഖിറത്താണെങ്കിൽ അള്ളാഹു സമ്പന്നത അവൻ്റെ ഹൃദയത്തിൽ നൽകും. അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. ദുനിയാവ്, ഇഹലോകം അനുസരണയോടെ അവനിലേക്ക് വരും. അമൻ കാനത്തി ദുനിയ ഹമ്മഹു. എന്നാൽ ആരുടെയെങ്കിലും ഉദ്ദേശം ദുനിയാവാണോ, ഈ ലോകമാണോ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. അള്ളാഹു അവൻ്റെ കൺമുന്നിൽ അവൻ്റെ ദാരിദ്ര്യം ഏർപ്പെടുത്തും. ദുനിയാവിനെ കുറിച്ച് കുറച്ച് ചിന്തിച്ചു നോക്കി, അപ്പോൾ കാണാം എന്താ ഓർമ്മ വരിക. പൈസ ഇല്ലാത്തവന് ഇല്ലാത്ത ഓർമ്മ വരും, ഉള്ളവന്
അത് തീർന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓർമ്മ വരും. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, പിശാച് നിങ്ങളെ ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തുന്നു, മോശമായത് ചെയ്യാൻ കൽപ്പിക്കുന്നു. അള്ളാഹു അവനിൽ നിന്നുള്ള പാപമോചനവും അവൻ്റെ വിശാലമായ ഔദാര്യവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും. ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. നമുക്ക് സമ്പത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നും. ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്, ദാരിദ്ര്യം ഇങ്ങനെ കണ്ണിലും കൽബിലും വരുമെന്നാണ്. എന്തിനാണ് വെറുതെ പ്രയാസം, ബുദ്ധിമുട്ട്, ആകുലതകൾ മനസ്സിൽ കയറ്റി വെക്കുന്നത്? അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ. ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അവരെക്കുറിച്ചുള്ള വർത്തമാനം അത് രോഗമാണ്. വദിക്റുല്ലാഹി ദവാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം അതാണ് മരുന്ന്. ഇബ്നു ഔൻ, അബ്ദുല്ലാഹിബ്നു ഔൻ എന്നുപേരുള്ള തബഉതാബികൾപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വാക്കാണിത്. അതിനു മുമ്പേ ഉള്ള ആളുകളിൽ നിന്നും ഇത് റിവായത്ത് വന്നിട്ടുണ്ട്. ഇത് ഉദ്ധരിച്ച ശേഷം ഇമാം ദഹബി പറഞ്ഞു, നമ്മുടെ കാര്യമാണ് അത്ഭുതം. നമ്മൾ മരുന്ന് ഒഴിവാക്കി രോഗം സ്വീകരിക്കുന്നു. മരുന്ന് ഒഴിവാക്കി രോഗം സ്വീകരിക്കുന്നു. ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആളുകളെ കുറിച്ച്. അവനങ്ങനെ പറഞ്ഞു, അയാളെ പുതിയ വാദം കേട്ടില്ലേ, അയാളുടെ നിലപാട് ഇപ്പൊ പുതിയ ഇത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് കുറച്ച് വർത്താനം പറഞ്ഞു നോക്കി. കൽബിലെന്തോ ഒരു പ്രയാസം, രോഗം വന്നതായി ഈമാനുള്ളവന് മനസ്സിലാവും. അള്ളാഹുവിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്, കൽബ് ശുദ്ധമായതായി അനുഭവപ്പെടും. ഇതൊക്കെ ആർക്കാ? ഈമാൻ കൽബിലുള്ളവനാണ്. അല്ലാത്തവന് പണ്ട് മുത്തനബി എന്ന് പറഞ്ഞൊരു കവി പാടിയിട്ടുള്ളത് പോലെ, മൻ യഹുൻ യസ്ഹുലിൽ ഹവാനു അലൈഹി. നാണം കെട്ടവന് പിന്നെ നാണക്കേട് വളരെ എളുപ്പമായിരിക്കും. വമാ ലിജുറഹിൻ ബിമയ്യിത്തിൻ ഈലാമു. മയ്യത്തിന് മുറിവ് കൊണ്ട് എന്ത് വേദനയാണ്. മയ്യത്തിന് മുറിച്ചാൽ എന്തുണ്ടാവില്ല, വേദന ഇല്ലല്ലോ. എന്നതുപോലെ ഈമാനുള്ളവനാണ് ഇതൊക്കെ മനസ്സിലാവുക. വഫഖനില്ലാഹു ഇയ്യാഹു ലിമാ യുഹിബ്ബു വയർദാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുനിയാവ് ലക്ഷ്യമാക്കിയവന്റെ ഫഖർ, ദാരിദ്ര്യം അള്ളാഹു അവന്റെ കൺമുന്നിലാക്കി കൊടുക്കും. ഫറഖ അലൈഹി ശംലഹു. അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഛിന്ന ഭിന്നമാക്കും. അവിടെ മുട്ടിക്കുമ്പോഴത്തേക്ക് ഇവിടെ മുറിഞ്ഞിട്ടുണ്ടാവും, ഇവിടെ മുട്ടിക്കുമ്പോഴത്തേക്ക് അവിടെ മുറിഞ്ഞിട്ടുണ്ടാവും. വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. എന്നാൽ ദുനിയാവാകട്ടെ അള്ളാഹു അവന് തീരുമാനിച്ച കണക്കനുസരിച്ചല്ലാതെ വരികയുമില്ല. അതിന്റെ പിന്നാലെ എത്ര നടന്നിട്ടും അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ കിട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, ഫഅജ്മിലൂ അത്തലബ്. അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി ദുനിയാവ് തേടൂ. എങ്ങനെ ദുനിയാവ് തേടണ്ടേ? ഫഅജ്മിലൂ അത്തലബ്, ഭംഗിയായി തേടുക. വേറെ മാന്യമായി, ആർത്തി കാണിക്കാതെ, ആരുടെ മുന്നിലും തലകുണിക്കാതെ, ആരുടെ മുന്നിലും കേളാതെ, നിന്ദനാകാതെ, ഇസ്സത്തോടെ, അന്തസ്സോടെ. ഫഅജ്മിലൂ അത്തലബ്, ഭംഗിയായി ദുനിയാവ് തേടൂ. അഥവാ അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് ഹലാൽ ഹറാമൊക്കെ നോക്കി തേടുക. അതിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു പറയുന്നു, ഫഇന്ന ലില്ലദീന ളലമു ദനൂബൻ മിസ്ല ദനൂബി അസ്ഹാബിഹിം ഫലാ യസ്തഅജിലൂൻ ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ യൗമിഹിമുൽ ലദീ യുഅദൂൻ. ഫഇന്ന ലില്ലദീന ളലമു, തീർച്ചയായും അക്രമികളായ ആളുകൾക്കുണ്ട്, ദനൂബുണ്ട്. ദനൂബ് എന്നാൽ നസീബൻ മിനൽ അദാബ്. ഇബ്നു കസീർ പറയുന്നു, ശിക്ഷയിൽ നിന്നുള്ള ഓഹരി ഉണ്ട്. മിസ്ല ദനൂബി, ഓഹരി പോലെ, ശിക്ഷയുടെ ഓഹരി പോലെ. അസ്ഹാബിഹിം, അവരുടെ കൂട്ടുകാരുടെ ശിക്ഷയുടെ ഓഹരി പോലെ അവർക്കുമുണ്ട്. അവരുടെ അതേ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഉള്ളതുപോലെ അവർക്കുമുണ്ട്. ഫലാ യസ്തഅജിലൂൻ, അവർ തിരക്ക് കൂട്ടേണ്ടതില്ല, വരും. നോക്കൂ എത്ര ശക്തമായ താക്കീതാണ്. ഫവൈലുൻ, നാശമാണ്. ലില്ലദീന കഫറു, കാഫറുകളായ ആളുകൾക്ക്, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ച ആളുകൾക്ക് നാശമാണ്. മീ യൗമിഹിമുൽ ലദീ യുഅദൂൻ, ഒരു ദിവസം കൊണ്ട്, അവരുടെ ദിവസം കൊണ്ട്. അല്ലദീ യുഅദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെട്ട ആ ദിവസം കൊണ്ട് അവർക്ക് നാശമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ സൂറത്ത് അവസാനിച്ചു. അതോടെ നമ്മൾ ഈ തലശ്ശേരിയിൽ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് 4 ജുസ് പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي بنعمته تتم الصالحات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.